ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാംഗോ ഫ്രൂട്ടിയാണ്. കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, നല്ല മായമില്ലാത്ത മാംഗോ ഫ്രൂട്ടി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നല്ല ചൂടുള്ള ഈ സമയത്ത് ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. മായമൊന്നുമില്ലാത്ത നല്ല ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുന്നതിന് ഞാൻ 2 പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ച മാങ്ങ നല്ല പുളിയുള്ളതാണ്. പഴുത്ത മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പച്ച മാങ്ങയുടെയും തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ പച്ച മാങ്ങയ്ക്ക് പകരം ലൈം ജ്യൂസ് ഒഴിച്ചാലും ഫ്രൂട്ടി ഉണ്ടാക്കാം. പഴുത്ത മാങ്ങ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച മാങ്ങയും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഴുത്ത മാങ്ങയുടെ കഷ്ണവും പച്ചമാങ്ങയുടെ കഷ്ണവും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അടിച്ചതിൻ്റെ പൾപ്പെടുക്കാം. മാംഗോയുടെ പൾപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല മധുരവും ആവശ്യത്തിന് പുളിയും ഒക്കെ ഉള്ളൊരു പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പൾപ്പ് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ മിക്സി കഴുകി വെള്ളമോ ഒന്നും എടുക്കരുത്, നല്ല പ്യുവർ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാംഗോ ഫ്രൂട്ടി റെഡിയാക്കാം. നമ്മൾ കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടമുള്ളത്രയും പഞ്ചസാര എടുക്കാം, അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. പഞ്ചസാര മുഴുവനൊന്ന് മെൽറ്റാകുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഫ്രൂട്ടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളൊട്ടും കട്ടയില്ലാതെ ഈ മാംഗോ പൾപ്പ് ആ പഞ്ചസാര ലായനിയിൽ നമ്മൾ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കിട്ടും. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് മാംഗോ ജ്യൂസ് വന്നിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ജ്യൂസിലേക്ക് 1.5 കപ്പ് തണുത്ത വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ല ദശക്കട്ടിയുള്ള മാമ്പഴമായിരുന്നു, അതുകൊണ്ട് നാരോ ഒന്നുമില്ല. എന്നാലും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് വേറൊരു ബൗളിലേക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് കുപ്പികളിലാക്കി സൂക്ഷിക്കാം. തണുത്ത വെള്ളം ഒഴിച്ചു വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ ഉപയോഗിക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.